ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. എം.എൽ.ടി യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ സ്കോളർഷിപ്പുകൾ എം.എൽ.ടി യൂണിവേഴ്സിറ്റിയുടെ എല്ലാ റെഗുലർ പ്രോഗ്രാമുകളും എൻറോൾ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ബാധകമാണ്. മിടുക്കരായ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതായി പ്രവേശന സമയത്ത് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിക്കും. +2 അതുപോലെ തന്നെ യുജി അല്ലെങ്കിൽ PG യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന മറ്റ് യോഗ്യതാ പരീക്ഷകൾ നേടിയ മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്കോളർഷിപ്പ് നൽകുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകളും എല്ലാ സ്കോളർഷിപ്പുകളും എല്ലാ ആപ്ലിക്കേഷൻസിനും അലോട്ട്മെന്റുകളും നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഓരോ കാര്യം ഇനി സിംഗിൾ ക്ലിക്കിൽ നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പിലൂടെ അപ്ലൈ ചെയ്യാനായി സാധിക്കും. ഇൻസൈറ്റ് 360 ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യും. സ്കോളർഷിപ്പിന്റെ തുക, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾ യോഗ്യതാ പരീക്ഷകൾ നേടിയ മാർക്കുകളുടെ ശതമാനത്തെ അടിസ്ഥാനമാക്കി സമയബന്ധിതമായ യൂണിവേഴ്സിറ്റി തീരുമാനിക്കുന്നതനുസരിച്ച് ട്യൂഷൻ ഫീസിന്റെ 100%, 50% അല്ലെങ്കിൽ 25% ആയിരിക്കും സ്കോളർഷിപ്പിന്റെ തുക എന്ന് പറയുന്നത്. പ്രവേശനത്തിലുള്ള സ്കോളർഷിപ്പിനായുള്ള പ്രധാന മാനദണ്ഡങ്ങൾ നമുക്ക് എന്തൊക്കെയാണ്? സ്കോളർഷിപ്പിനുള്ള യോഗ്യത അനുസരിച്ച് +2 മാർക്കുകളുടെ മൊത്തം എഗ്രിഗേറ്റ് കണക്കിലെടുക്കുന്നതാണ്. ഒരു 100% സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു കുട്ടി PG പ്രോഗ്രാമിന് ജോയിൻ ചെയ്യും. അവർക്ക് +2 93% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി ഒരു PG പ്രോഗ്രാം ആണ് എടുക്കുന്നതെങ്കിൽ ആ കുട്ടി +2 93% മാർക്ക്, UG 80% മാർക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു 50% സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ UG പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് +2 88% മാർക്ക്, PG പ്രോഗ്രാം ആണെങ്കിൽ +2 88%, UG 75% മാർക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ 25% സ്കോളർഷിപ്പ് അച്ചീവ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ UG പ്രോഗ്രാമിനാണെങ്കിൽ 75% മാർക്ക് +2, അതുപോലെ തന്നെ PG പ്രോഗ്രാം ആണെങ്കിൽ +2 75%, UG കോഴ്സ് കംപ്ലീറ്റ് പാസ് ആയിട്ടുണ്ടായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇതുപോലെ തന്നെ MBA പ്രോഗ്രാമിൽ കാറ്റ്, മാറ്റ്, GMAT സ്കോറുകളുടെ അടിസ്ഥാനമാക്കിയുള്ള സ്കോളർഷിപ്പ് വിവരങ്ങൾ നമുക്ക് താഴെ നോക്കാം. 100% സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു കുട്ടി കാറ്റ് മാറ്റിൽ 90% അതിൽ കൂടുതലോ മാർക്ക് അച്ചീവ് ചെയ്യണം. GMAT 650 അതിൽ കൂടുതലോ മാർക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഒരു 50% സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കാറ്റ് മാറ്റ് 84% അതിൽ കൂടുതലോ, GMAT 600 അതിൽ കൂടുതലോ മാർക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 25% സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടിയാണെങ്കിൽ കാറ്റ് മാറ്റിൽ 80% അതിൽ കൂടുതലോ, GMAT 500 അതിൽ കൂടുതലോ മാർക്ക് ഇവരെ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. എം.എൽ.ടി യൂണിവേഴ്സിറ്റിക്ക് എത്ര വേണമെങ്കിലും ഈ സ്കോളർഷിപ്പ് പിൻവലിക്കാനോ അല്ലെങ്കിൽ റദ്ദാക്കാനുള്ള അവകാശമുണ്ട്. വിദ്യാർത്ഥികൾ അയോഗ്യരാണെന്ന് കണ്ടെത്തിയാൽ ഇത് സംഭവിക്കും. അതുപോലെ തന്നെ അഡ്മിഷൻ മെറിറ്റ് സ്കോളർഷിപ്പ് പിൻവലിക്കല് വൈസ് ചാൻസലറുടെ അനുമതിയോടുകൂടി ഈ സ്കോളർഷിപ്പ് അവർക്ക് പിൻവലിക്കാവുന്നതാണ്. താഴെ പറയുന്ന സാഹചര്യങ്ങളെല്ലാം അത് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. വിദ്യാർത്ഥി തന്റെ പ്രോഗ്രാമിന്റെ ബാച്ച് റാങ്ക് സുരക്ഷിതമാക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞ് ഈ ഒരു സ്കോളർഷിപ്പിൽ നിന്ന് റദ്ദമാക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥി തന്റെ പ്രോഗ്രാമിനായി ഷെഡ്യൂൾ ചെയ്ത സാധാരണ പരീക്ഷ ഷെഡ്യൂളിൽ എല്ലാ പരീക്ഷകളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ അവര് വിജയിക്കാതിരുന്നാൽ ഈ ഒരു സ്കോളർഷിപ്പ് അവർക്ക് റദ്ദാക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പരീക്ഷകൾ അന്യായമായ മാർഗങ്ങൾ അവലംബിച്ചതായി കണ്ടെത്തിയാൽ അല്ലെങ്കിൽ പരീക്ഷകൾ പങ്കെടുക്കുന്നതിൽ പിൻവലിക്കപ്പെട്ടാൽ ഈ സ്കോളർഷിപ്പ് റദ്ദാക്കും. അതുപോലെ തന്നെ സ്കോളർഷിപ്പിന്റെ കാലയളവിൽ വിദ്യാർത്ഥി മോശം പെരുമാറ്റം അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം, റാഗിംഗ് തുടങ്ങിയ ഗുരുതരമായ അച്ചടക്കരഹിതമായുള്ള പ്രവൃത്തികൾ ഈ കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സ്കോളർഷിപ്പിൽ നിന്ന് അവരെ പിൻവലിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാം സമയത്ത് മെറിറ്റ് സ്കോളർഷിപ്പുകൾ അനുവദിക്കാറുണ്ട് കുട്ടികൾക്ക്. അക്കാദമിക് പ്രോഗ്രാമുകളിൽ മികച്ച പ്രകടനം അംഗീകരിക്കുന്നതിനായി ഓരോ അക്കാദമിക് വർഷത്തിന്റെയും അവസാനം യൂണിവേഴ്സിറ്റി മെറിറ്റ് സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തും. ഈ സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സ്കോളർഷിപ്പുകൾ പ്രവേശന സമയത്ത് നൽകുന്ന സ്കോളർഷിപ്പുകൾ വ്യത്യസ്തമാണ്. വിദ്യാർത്ഥി സ്കോളർഷിപ്പിന് പരിഗണിക്കാൻ യോഗ്യമായ ബാച്ചിലർ പ്രോഗ്രാമിന്റെ ടോപ്പിൽ 10% ഒരാളായിരിക്കണം. വിദ്യാർത്ഥി തന്റെ പ്രോഗ്രാമിനായി ഷെഡ്യൂൾ ചെയ്ത സാധാരണ പരീക്ഷ ഷെഡ്യൂളിലെ എല്ലാ പരീക്ഷകളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായിട്ടുണ്ടായിരിക്കണം. സ്കോളർഷിപ്പിന്റെ തുക, പ്രോഗ്രാമിൽ ലഭിക്കുന്ന മെറിറ്റ് സ്കോളർഷിപ്പിന്റെ തുക വിദ്യാർത്ഥി അടുത്ത വർഷം അടയ്ക്കേണ്ട ട്യൂഷൻ ഫീസിന്റെ 30% ആയിരിക്കും. സ്കോളർഷിപ്പ് തുടരുന്നതിൽ വിദ്യാർത്ഥി അടുത്ത അക്കാദമിക് വർഷത്തേക്ക് അനുവദിക്കുന്ന പരമാവധി സ്കോളർഷിപ്പുകൾ അനുസരിച്ച് പ്രോഗ്രാമിന്റെ മെറിറ്റ് ലിസ്റ്റില് ടോപ്പ് 10% തുടരുന്ന ഒരു വ്യക്തിയായെങ്കിൽ മാത്രമാണ് ഈ സ്കോളർഷിപ്പുകൾ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ.
എങ്ങനെയാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത്, ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസുമായി ഇൻസൈറ്റ് 360 നിങ്ങൾക്ക് അറിയാനായി ഇൻസൈറ്റ് 360യുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പേജ് ഫോളോ ചെയ്യുകയും ചെയ്യുക. ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 2025 ഒക്ടോബർ 31 ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിലോ DM-ലോ 360 എന്ന് ടൈപ്പ് ചെയ്യുകയോ ചാറ്റ് ചെയ്യുകയോ ചെയ്യുക.